ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആണ്. അതിലെ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ NOI അപ്രോച്ചസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വരുന്നത് എന്താണ്, മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. ഇപ്പോൾ അപ്രോച്ചസ് നമ്മൾ രണ്ട് ഇതാണ് അതിൽ വരുന്നത്. അപ്രോച്ച് എന്ന് ഷോർട്ടായിട്ട് പറയും. അപ്പോൾ അപ്രോച്ച് ഈ ഒരു തിയറം അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് വിത്തൗട്ട് കോർപ്പറേറ്റ് ടാക്സ്, അതായത് കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്നുള്ള അസംഷനോട് കൂടിയിട്ട് വിത്തൗട്ട് കോർപ്പറേറ്റ് ടാക്സ്. വിത്തൗട്ട് കോർപ്പറേറ്റ് ടാക്സിൽ ദിസ് തിയറം ഈസ് സിമിലർ ടു NOI തിയറി. നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പഠിച്ചതാണ്. അപ്പോൾ വിത്തൗട്ട് കോർപ്പറേറ്റ് ടാക്സിലെ NOI തിയറിയായിട്ടൊക്കെ സിമിലർ ആണ്. ദെൻ വിത്ത് കോർപ്പറേറ്റ് ടാക്സ്, വിത്ത് കോർപ്പറേറ്റ് ടാക്സിൽ ഇറ്റ് ഈസ് സിമിലർ ടു നെറ്റ് ഇൻകം തിയറി. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ഏത് വരുന്നുണ്ട്, അപ്രോച്ച് ഇവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഏത് നോക്കാം, ഇൻ ദ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സിൻ്റെ ആബ്സെൻസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വിത്തൗട്ട് കോർപ്പറേറ്റ് ടാക്സ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് ഇറ്റ് ഈസ് അല്ലേ സിമിലർ ടു NOI അപ്രോച്ച് ഓർ NOI തിയറി. അപ്പോൾ ഈ ഒരു തിയറം, അതായത് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് ഉണ്ടല്ലോ, അപ്പോൾ ഈ രണ്ട് പേരും മോഡിഗ്ലിയാനി ആൻഡ് മില്ലേഴ്സ്, ദേ എക്സ്പ്ലെയിൻ ദ തിയറം വാസ് ഒറിജിനലി പ്രൂവൺ അണ്ടർ ദ അസംഷൻ ഓഫ് നോ ടാക്സ്. അപ്പോൾ ടാക്സ് ഇല്ല എന്നുള്ള ഒരു അസംഷനോട് കൂടിയാണ് ഈ രണ്ട് പേരും നോബൽ പ്രൈസ് ജേതാക്കളാണ് ഇവർ ഈ ഒരു തിയറം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തിയറം, ഈ നോ ടാക്സ് അല്ലെങ്കിൽ നോ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു അസംഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ തിയറം അവർ ചെയ്തിരിക്കുന്നത് രണ്ട് പ്രപ്പോസിഷൻസ് ആണ് അതിൽ വരുന്നത്. 2 പ്രപ്പോസിഷൻസ് വെച്ചിട്ടാണ് അവർ ഈ ഒരു തിയറം കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം ആർ ഇൻഡിപെൻഡൻറ്റ് ടു ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ അവരുടെ ഒന്നാമത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ അതും ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഹാസ് നോ റോൾ ഇൻ അറൈവിങ് അറ്റ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം, ടോട്ടൽ വാല്യൂ ഓഫ് ഫേം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിലെ ഏതിന് യാതൊരു റോളും ഇല്ല, ക്യാപിറ്റൽ സ്ട്രക്ചറിന് യാതൊരു റോളും ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സംഗതിയിലെ നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് അറൈവ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഫേമിൻ്റെ വാല്യൂ, അപ്പോൾ അത് ലഭിക്കുന്നതിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന് യാതൊരു റോളുമില്ല, അത് ഇറലവൻ്റ് ആണ്. അതാണ് അവരുടെ ഒന്നാമത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് എ ചേഞ്ച് ഇൻ ദ ഡെറ്റ് ഇക്വിറ്റി മിക്സ് അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് അല്ലേ, മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റിയാണ്, അതിനെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എ ചേഞ്ച് ഇൻ ദ ഡെറ്റ് ഇക്വിറ്റി മിക്സ്, ഡെറ്റ് ഇക്വിറ്റി മിക്സിലെ മാറ്റം വരുത്തുന്നത് ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ നമ്മൾ ഡെറ്റ് ഇക്വിറ്റി മിക്സിലെ ചേഞ്ചസ് വരുത്തിയത് കൊണ്ട്
ഏതിലെ മാറ്റം വരുന്നില്ല? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലും വാല്യൂ ഓഫ് ദ ഫേമിനെയും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി മിക്സ് നമ്മൾ ഏത് കോമ്പിനേഷൻ എടുത്താലും ഏതിനെ അത് അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം ഇതിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഏതിലെ പറയുന്നതാണ് അവരുടെ ഒരു ഒന്നാമത്തെ പ്രപ്പോസിഷൻ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെയാണ് ഇവർ ഈ ഒരു തിയറം അവർ പ്രൂവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തിയറം അവരെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പോൾ ഡെറ്റ് ഇക്വിറ്റി മിക്സിലെ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അത് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും വാല്യൂ ഓഫ് ദ ഫേമിനെയും അഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം കമ്പനി എത്ര ബോറോ ചെയ്യുന്നു എന്നുള്ളതൊരു മാറ്ററേ അല്ല ഏതിൻ്റെ കേസിലെ, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെയും വാല്യൂ ഓഫ് ദ ഫേമിൻ്റെയും കേസിൽ. അതെന്തുകൊണ്ടാണ്? നമുക്കിവിടെ ഡെറ്റ് കോമ്പോണൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഡെറ്റ് വരുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. പക്ഷേ നമ്മളിപ്പോൾ ആ ഡെറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ടാക്സ് ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ല. കാരണം ഈ ഒരു തിയറിയുടെ അസംഷൻ തന്നെ നോ ടാക്സ് ആണ് അല്ലേ, നോ കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ള ഒരു അസംഷൻ്റെ ബേസിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറ്റ് കോമ്പണൻറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് മൂലം നമുക്ക് ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഓഫ് ഡെറ്റ് അത് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ദെൻ അതുകൊണ്ട് തന്നെ അത് എന്തുണ്ടാക്കുന്നില്ല? സ്ഥാപനത്തിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. അത് റിമൈൻ കോൺസ്റ്റൻറ്റ് തന്നെയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അസംഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? The overall cost of capital and value of the firm are independent to its financing method, are independent of the capital structure. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻ്റ് ആണ്, അതിന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും റോളും ഇല്ല കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും ലഭിക്കുന്നതിൽ. ദെൻ അവരുടെ സെക്കൻഡ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് the financial risk increases with more debt content in the capital structure. അപ്പോൾ രണ്ടാമത്തെ വരുന്നത് എന്താണ്? രണ്ടാമത്തെ അസംഷനിലെ പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നു, അത് ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെ, എപ്പോൾ ഇൻക്രീസ് ചെയ്യും? വിത്ത് മോർ ഡെറ്റ് കണ്ടൻറ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഇക്വിറ്റിക്ക് പകരം നമ്മൾ അല്ലേ, ഇക്വിറ്റിക്ക് കൂടുതൽ ഡെറ്റ് കോമ്പോണൻറ്റ് നമ്മൾ ഡെറ്റ് കൂടുതൽ എടുക്കുമ്പോൾ എന്തു വരുന്നു? ഡെറ്റ് കോമ്പോണൻറ്റ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ ഏത് ഇൻക്രീസ് ചെയ്യുന്നു? ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഫേം അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കോമ്പോണൻറ്റ് കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് കൂടുമ്പോൾ എന്തുണ്ടായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് മോർ റിട്ടേൺസ് അല്ലേ. റിസ്ക് കൂടുതൽ, റിസ്ക് ആരാ കൂടുതലും? ഇക്വിറ്റി ഷെയർസ് ഓണേഴ്സാണ് റിസ്ക് എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായിരിക്കും? ഫിനാൻഷ്യൽ റിസ്ക് ഡെറ്റ് കോമ്പോണൻറ്റ് കൂടുതൽ ചേർക്കുന്നതിൻ്റെ ഫലമായിട്ട് ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ഹയർ റിട്ടേൺ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റിട്ടേൺസ് അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവരെ കൂടുതൽ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസസ്. അപ്പോൾ എന്തുണ്ടായിരിക്കും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? നമുക്കിപ്പോൾ ഡെറ്റ് കോമ്പോണൻറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു അഡ്വാൻറ്റേജസ് അല്ലേ, നമുക്കറിയാം ഇക്വിറ്റിയേക്കാളും ചീപ്പർ ആണ് ഏത്? ഡെറ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റിയേക്കാളും ചീപ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കോമ്പോണൻറ്റ് കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അഡ്വാൻറ്റേജസ് അല്ലേ, ആ ഒരു നേട്ടം ഇറ്റ് വിൽ ബി
ഓഫ്സെറ്റ് ബൈ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പം ഇവിടെ ഈ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടാകുമ്പോൾ ഇപ്പുറത്ത് ഏത് വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ബെനഫിറ്റ് ഇതിൽ നിന്ന് ഇപ്പോൾ ഡെറ്റ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂലം കിട്ടുന്ന ആ ഒരു ബെനഫിറ്റ് ഇറ്റ് വിൽ ബി ഓഫ്സെറ്റ് ബൈ ദ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ ഈ ഒരു രണ്ട് പ്രിപ്പോസിഷൻ്റെ ബേസിലാണ് ഈ ഒരു തിയറം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമൈൻ ദ സെയിം ഓർ കോൺസ്റ്റൻറ്റ് അല്ലേ. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെറ്റ് ഉൾപ്പെടുത്തിയപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇക്വിറ്റി ആ റിസ്ക് റിസ്ക് എടുക്കുന്നതിന് അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ദെൻ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ബി ഇൻക്രീസ്ഡ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഡെറ്റ് കോമ്പോണൻറ്റ് കൂടുതൽ ഉൾപ്പെടുത്തിയത് മൂലം ലഭിക്കുന്ന ആ ഒരു നേട്ടം ഏതിൻ്റെ വർധനവോടുകൂടെ ഇല്ലാതാകുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇല്ലാതാകുന്നു. ദെൻ എന്തുണ്ടായി, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് കൂടുതൽ വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഇത് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമൈൻ ദ സെയിം, അത് സെയിം തന്നെ ആയിട്ട് നിന്നു. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത് ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് അല്ലേ. ടാക്സിൻ്റെ അഭാവത്തിൽ ഈ ഒരു തിയറം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ രണ്ട് പ്രിപ്പോസിഷൻസിൻ്റെ ബേസ് അത് വെച്ചിട്ടാണ് ഈ ഒരു തിയറി അവർ രൂപീകരിച്ചിരിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പ്രിപ്പോസിഷൻസ്. അതിലെ ഒന്നാമത് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം അല്ലേ ആർ independent of the capital structure. Then second one, financial risk increases with a more debt component in the capital structure. അപ്പോൾ ഈ രണ്ട് കേസിൽ വരുമ്പോഴും ഏതിലെ വ്യത്യാസം വരുന്നില്ല, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതാണ് ഏതിലെ വരുന്നത്, ഈ ഒരു തിയറത്തിൽ പറയുന്നത്. നമ്മൾ NOI അപ്രോച്ചസ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. NOI അപ്രോച്ചസിലും നമ്മൾ എന്തുതന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതാണ് നമ്മുടെ NOI തിയറി എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സിൻ്റെ അഭാവത്തിൽ അപ്രോച്ച് ഇറ്റ് ഈസ് സിമിലർ ടു NOI അപ്രോച്ച്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അപ്രോച്ച് അഡ്വക്കേറ്റ് ചെയ്യുന്നത് തന്നെ അതാണ്, വാല്യൂ ഓഫ് ദ ഫേം അല്ലേ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് തന്നെയാണ് ഈ ഒരു തിയറത്തിൽ പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിൻ്റെ എക്സിസ്റ്റൻസ്, അതായത് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട് എന്നുള്ള അസംഷനിൽ. അപ്പോൾ ഈ ഒരു തിയറം ഈസ് സിമിലർ ടു NI തിയറി. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് വൺ നമുക്ക് അത് നോക്കാം. ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് ദെൻ സിമിലർ ടു NI തിയറി. നെറ്റ് ഇൻകം തിയറി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മൾ പഠിച്ചത് നെറ്റ് ഇൻകം തിയറിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ. എന്താ നെറ്റ് ഇൻകം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്, എ ഫേം ക്യാൻ ഇൻക്രീസ് ദ വാല്യൂ അല്ലേ. എങ്ങനെ, ബൈ ഇൻക്രീസിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് കണ്ടൻറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് കണ്ടൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ അല്ലേ, ഡെറ്റിൻ്റെ പ്രൊപ്പോസിഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് നമ്മൾ ഏതിലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്, നെറ്റ് ഇൻകം തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എ ഫേം ക്യാൻ ഇൻക്രീസ് ദ വാല്യൂ ബൈ ഇൻക്രീസിങ് ദ പ്രൊപ്പോസിഷൻ ഓഫ് ഡെറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ അത് തന്നെയാണ് ഏതിലും വരുന്നത്, ഈ ഒരു തിയറത്തിലും നമ്മൾ പ്രൂവ് ചെയ്ത് വരുന്നത്.
അപ്പോൾ നോക്കാം നമുക്ക് സിമിലർ ഈ NI തിയറിയോട് സിമിലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഡെറ്റ് പ്രിപ്പോസിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ട് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് കണ്ടൻറ്റ് ഉൾപ്പെടുത്തുകയാണെന്ന് വിചാരിക്കും. ഇതിപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇതിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വിറ്റിയോടൊപ്പം ഏതും കൂടെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ഡെറ്റും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾ ഡെറ്റ് ഉൾപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഡെറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റേ കൊടുക്കാറുണ്ട് ഇല്ലേ. ഡെറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ ഡിബഞ്ചർ ഒരു ഡെറ്റാണ്, അപ്പോൾ ആ ഡെറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റേ നൽകാറുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇൻട്രസ്റ്റേ നമ്മൾ എവിടെയാണ് കൊടുക്കാറ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ലേ, P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആണ് ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെറ്റ് ഉൾപ്പെടുത്തുമ്പോൾ ഡെറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇനി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെന്തുണ്ട്, ഇത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ടാക്സ് അഡ്വാൻറ്റേജസ് ഇതിനെ കിട്ടുകയും ചെയ്യും. അതേസമയം ഇക്വിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഡിവിഡൻ്റ് ആണ് നമ്മൾ ഇക്വിറ്റിക്ക് നൽകാറ്. ഡിവിഡൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഡിവിഡൻ്റ് എവിടെ കാണിക്കാറില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാറില്ല. പകരം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് കാണിക്കാറ്. ഈ ഡിവിഡൻ്റ് എന്ന് പറയുന്നത് എന്തല്ല, ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് അല്ല. ഇത് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. ഇവിടെ നമുക്ക് ടാക്സ് കൺസെഷൻ ഒന്നും കിട്ടുന്നില്ല അല്ലേ, ടാക്സ് കൺസെഷൻ ഒന്നും കിട്ടുന്നില്ല. അതേസമയം ഡെറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഡെറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റിനെ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ സാധാരണ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് മോർ ഡെറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഡെറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടാക്സ് അഡ്വാൻറ്റേജസ്, അപ്പോൾ ഈ ഒരു ടാക്സ് അഡ്വാൻറ്റേജസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ടാക്സ് അഡ്വാൻറ്റേജസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കമ്പനികൾ എന്ത് ചെയ്യും, അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതലായിട്ട് ഡെറ്റ് ഉൾപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരിക്കും, ഈ ഒരു ലിവറേജ്ഡ് ഫേമിൻ്റെ, അതായത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെറ്റ് ഉൾപ്പെടുത്തുന്ന കമ്പനികളെ നമ്മൾ ലിവറേജ്ഡ് ഫേം എന്നാണ് പറയുക. അവരെ വിളിക്കുക ലിവറേജ്ഡ് ഫേം എന്നാണ്. അപ്പോൾ ഈ ലിവറേജ്ഡ് ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും ഏതിനെ അപേക്ഷിച്ച്, അൺലിവറേജ്ഡ് ഫേമിനെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ടൈപ്സ് ഓഫ് ഫേംസ് ആണ് നമുക്കിതിൽ വരുന്നത് അല്ലേ. ഫേമുകളെ അല്ലെങ്കിൽ കമ്പനികളെ നമുക്ക് 2 തരത്തിലെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇക്വിറ്റി മാത്രമുള്ളത്, അതായത് ഡെറ്റ് കോമ്പോണൻ്റ് ഇല്ലാണ്ട് ഇക്വിറ്റി കോമ്പോണൻസ് മാത്രം വരുന്നത്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ഇക്വിറ്റി ഉള്ളത്, കുറച്ച് മാത്രം ഡെറ്റ് ഉള്ളത്, ഒരു കുറച്ച് ഡെറ്റും കൂടുതൽ ഇക്വിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഇക്വിറ്റി മാത്രമുള്ളത്. ഈ ഫേമിനെ നമ്മൾ പറയുന്നത് അൺലിവറേജ്ഡ് ഫേം എന്നാണ്. അൺലിവറേജ്ഡ് ഫേം എന്ന് നമ്മൾ പറയും. ഇനി വേറൊരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ്, മോർ ഡെറ്റാണ്, അവരെ ഡെറ്റ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് ഇക്വിറ്റിയുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഫേമിനെ നമ്മൾ എന്തു പറയും, ലിവേർഡ് ഫേം എന്ന് പറയും. ലിവേർഡ് ഫേം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 തരത്തിലുള്ള കമ്പനീസാണ് നമുക്ക് ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമുക്ക് മനസ്സിലാവാൻ ഇത്രയും കൂടി എളുപ്പത്തിന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ രൂപീകരിക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് കമ്പനീസ് പറയാം. ഡെറ്റ് കോമ്പോണൻ്റ് കുറവുള്ള കമ്പനി ഇതിനെ നമ്മൾ എന്ത് പറയും, അൺലിവറേജ്ഡ് ഫേം എന്ന് പറയും. ദെൻ ഡെറ്റ് കോമ്പോണൻ്റ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനി അവരെ നമ്മൾ ലിവേർഡ് ഫേം എന്ന് പറയും.
അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റ് കോമ്പണൻറ്റ് കൂടുതലുള്ള ആളുകൾക്ക് ഡെറ്റിൻ്റെ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തുണ്ട്, ടാക്സ് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് 15% ഡെറ്റാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഡെറ്റ് 15% ഡെറ്റാണ്. ഇപ്പോൾ 50%, അതായത് 50% ടാക്സ് കൊടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവരുടെ ഡെറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഈ 15% ഡെറ്റാണ്, 50% ടാക്സ് കൊടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആക്ച്വലി അവരുടെ ഡെറ്റിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. അതായത് 7.5 ആണ് അവർക്ക് എന്ത് വരുന്നുള്ളൂ, ആക്ച്വലി ഇൻട്രസ്റ്റ് വരുള്ളൂ. കാരണം ഈ 15% ടാക്സ് ഡിഡക്റ്റബിൾ ആയതുകൊണ്ട് ഇവിടെ 50% ടാക്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത്രയും അവർക്ക് എക്സ്പെൻസ് വരില്ല. ഇതിൻ്റെ ഒരു ഹാഫ് അവർക്ക് എന്ത് കിട്ടും, ടാക്സ് അഡ്വാൻറ്റേജസ് അവർക്ക് ലഭിക്കും. അപ്പോൾ അവർക്ക് ഈ 15% ഡെറ്റ് ഉണ്ടെങ്കിലും അവർ 7.5 ആണ് ആക്ച്വലി അവരുടെ ഇത് വരുള്ളൂ, എക്സ്പെൻസസ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ എന്ത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇവരുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും ഏതിനെ അപേക്ഷിച്ച്, അൺലിവറേജ്ഡ് ഫേമിനെ അപേക്ഷിച്ച്. അതേപോലെ തന്നെ അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണ് ലിവറേജ്ഡ് ഫേമിനെ, കുറവാണ് ഏത്, അൺലിവറേജ്ഡ് ഫേമിനേക്കാളും. ദെൻ വാല്യൂ ഓഫ് ദ ഫേം നോക്കുകയാണെങ്കിൽ അത് ലിവറേജ്ഡ് ഫേമിൻ്റെ കൂടുതലായിരിക്കും ഏതിനപേക്ഷിച്ച്, അൺലിവറേജ്ഡ് ഫേമിനെ അപേക്ഷിച്ച്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു അപ്രോച്ചസിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അല്ലേ, ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കോമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താകുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു. അത് കുറയുന്നുണ്ട്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം കൂടുതലും ആയിരിക്കും. വാല്യൂ ഓഫ് ദ ഫേം ഇത് കൂടുതലായിരിക്കും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവും ആയിരിക്കും. അപ്പോൾ എന്ത് പറയും, അതാണ് ഇതിൽ പറയുന്നത്, എ ഫേം ക്യാൻ ഇൻക്രീസിങ് അല്ലേ, ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഫേം ബൈ ഇൻക്രീസിങ് പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ്. അപ്പോൾ അതാണ് ഈ ഒരു തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിയറത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ഇവർ രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഒന്ന് ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് ആണ്, അത് ഇറലവൻസ് തിയറിയാണ്. അവിടെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും ഒന്നും യാതൊരു ബന്ധം റിലേറ്റഡ് അല്ല, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ എക്സിസ്റ്റൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിലെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കോമ്പോണൻറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ബൈ സ്റ്റഡിലി ഇൻക്രീസിങ് ദ ഡോസ് ഓഫ് ഡെറ്റ് അല്ലേ, ഡെറ്റിൻ്റെ ഡോസ് നമുക്കിങ്ങനെ പതുക്കെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ക്യാൻ അച്ചീവ് ദ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, കമ്പനിക്ക് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഇതിലാണ് നമുക്ക് വരുന്നത്. നമുക്കിതിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് തിയറും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് നോക്കാം അപ്രോച്ചസിലെ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അൺലിവറേജ്ഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, ലിവറേജ്ഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലിവറേജ്ഡ് ഫേം നമുക്ക് ആദ്യം നോക്കാം. മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം.
അൺലിവേർഡ് ഫേം. അൺലിവേർഡ് ഫേമിനെ നമ്മൾ മാർക്കറ്റ് വാല്യൂ ഓഫ് വാല്യൂ എന്നുള്ളതിൻ്റെ വി എടുക്കുക, അൺലിവേർഡ് ഫേം എന്നുള്ളത് സൂചിപ്പിക്കാൻ യു എന്നെടുക്കുക. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം എന്ന് പറയുമ്പോൾ വി യു എന്നാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എബിറ്റ് ഇൻറ്റു 1 മൈനസ് ടി, എബിറ്റ് ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ കെ ഒ. ഇതാണ് ഏത് കാണാനുള്ള ഇക്വേഷൻ? അൺലിവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. എബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ദെൻ ഇൻറ്റു 1 മൈനസ് ടി എന്ന് പറയുന്നത് ടാക്സ് ആണ്, ടാക്സ് റേറ്റിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ദെൻ കെ ഒ എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏത് കാണുന്നത്? വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം, എബിറ്റ് ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ കെ ഒ. ഇനി നമുക്ക് എങ്ങനെയാണ് ലിവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ കാണുക എന്ന് നോക്കാം. അപ്പോൾ അൺലിവേർഡ് ഫേം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നില്ല? നോട്ട് യൂസിങ് ഡെറ്റ് അല്ലേ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം. അപ്പോൾ നോട്ട് യൂസിങ് ഡെറ്റ് ആ ഒരു അസംഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ലിവേർഡ് ഫേം. ലിവേർഡ് ഫേം എന്ന് പറയുമ്പോൾ അവർ ഡെറ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നതാണ് ലിവേർഡ് ഫേം. നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? വാല്യൂ എന്നുള്ളതിന് വി എടുത്തു, ലിവേർഡ് ഫേം എന്ന് പറയുമ്പോൾ എൽ എന്ന് കൊടുത്തു. വി എൽ ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം, മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ടി ഇൻറ്റു ഡി, മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ടി ഇൻറ്റു ഡി. അതായത് ടി എന്ന് പറയുന്നത് നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു ടാക്സ് റേറ്റ് ആണ്, ഡി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡെറ്റ് അല്ലേ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡെറ്റ്, അതാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് കണ്ടുപിടിക്കുന്നത്? അൺലിവേർഡ് ഫേമിൻ്റെയും ലിവേർഡ് ഫേമിൻ്റെയും മാർക്കറ്റ് വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലിവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏതിനേക്കാൾ കൂടുതലായിരിക്കും? അൺലിവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഡെറ്റ് കോമ്പണൻ്റ് ലിവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ ഡെറ്റ് കോമ്പണൻ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് പ്രകാരം എന്താണ് അവർ പറയുന്നത്? അതായത് ലിവേർഡ് ഫേമിൻ്റെ, അതായത് ഡെറ്റ് കോമ്പണൻ്റ് യൂസ് ചെയ്യുന്ന ഫേമിൻ്റെ വാല്യൂ അത് ഇറ്റ് ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം, അൺലിവേർഡ് ഫേമിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് ഈ ഒരു ഇതിലെ അവരേത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഈ ഒരു തിയറത്തിലെ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ആ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം അത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ 2 ഫേം ആണ് വരുന്നത്, ഫേം എ ആൻഡ് ബി. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ 2 ഫേം ആണുള്ളത്, 2 ഫേം ആണുള്ളത് എ ആൻഡ് ബി. എ ബി നമുക്ക് 2 ഫേം ആണ്. ഇറ്റ് ഈസ് എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ ആണ്, ഒരേപോലെയുള്ളതാണ്, എല്ലാ കാര്യത്തിലും അവരെ സെയിം ആണ്. ഐഡൻറ്റിക്കൽ എക്സെപ്റ്റ് കോസ്റ്റ് സ്ട്രക്ചർ, കോസ്റ്റ് സ്ട്രക്ചർ ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അവരെ ഒരേപോലെയാണ്. നിങ്ങൾ വിചാരിക്കുക ഒക്കെ ഒരേപോലെയാണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാത്രം വ്യത്യാസമുണ്ട്, ബാക്കി എല്ലാ കാര്യത്തിലും
അവരെ ഒരേ ഇത് തന്നെയാണ് വരുന്നത്. അതായത് സെയിം ക്ലാസ് ആണ്, ദെൻ അവരുടെ എക്സ്പെക്റ്റഡ് ഓപ്പറേറ്റിംഗ് ഇൻകം സെയിം ആണ്, ആൻഡ് വിൽ ഹാവ് ദ സെയിം മാർക്കറ്റ് വാല്യൂ, ഒക്കെ സെയിം ആണ്. ഇത് മാത്രം വ്യത്യാസമുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചറിലെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഫേം ഇറ്റ് ഡസ് നോട്ട് യൂസ് ഡെറ്റ്. എ എന്തുപയോഗിക്കുന്നില്ല? ഡെറ്റ് ഉപയോഗിക്കുന്നില്ല. എ എന്ന് പറയുന്ന ഫേം ഡെറ്റ് ഫിനാൻസ് അവർ ഉപയോഗിക്കുന്നില്ല, അത് ഫുള്ളി ഇക്വിറ്റിയാണ്. അപ്പോൾ ഇവർ ഡെറ്റ് ഫിനാൻസ് ഉപയോഗിക്കുന്നില്ല. ഡെറ്റ് ഫിനാൻസ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഓൺലി ഇക്വിറ്റി മാത്രമാണ് വരുന്നത്. ഇനി ബി എന്തുണ്ട്? അവർ ഡെറ്റ് ഫിനാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ബി 8% ഡിബഞ്ചറാണ് ഉപയോഗിക്കുന്നത്. 8% ഡിബഞ്ചർ അവർ ഡെറ്റ് ഫിനാൻസ് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് വരുന്നുണ്ട്? 8% ഡിബഞ്ചർ ഫിനാൻസ് വരുന്നുണ്ട് ഓഫ് ₹20 lakhs. അപ്പോൾ 20 ലക്ഷം രൂപയുടെ 8% ഡിബഞ്ചർ എവിടെ വരുന്നു? ഇവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫേമിൻ്റെയും ക്യാപിറ്റൽ സ്ട്രക്ചർ വ്യത്യാസമാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് വരുന്നത്. ഇനി രണ്ട് ഫേമിൻ്റെയും എബിറ്റ് അല്ലേ, രണ്ട് ഫേമിൻ്റെയും എബിറ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ഫേമാണ്. എബിറ്റ് രണ്ടിൻ്റെയും ഒരേപോലെയാണ്, 5 lakhs ആണ് വരുന്നത്. അതായത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 5 lakhs ആണ്, 5 ലക്ഷം വരുന്നുണ്ട്. ദെൻ അവരുടെ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് 10% ആണ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ കോർപ്പറേറ്റ് ടാക്സ് അവർക്ക് എത്ര വരുന്നുണ്ട്? 50% വരുന്നുണ്ട്. 50% കോർപ്പറേറ്റ് ടാക്സ് വരുന്നത്. നമ്മളോട് പറയുന്നത് വാല്യൂ ഓഫ് ഫേം ബൈ യൂസിങ് അല്ലേ, കമ്പ്യൂട്ടർ വാല്യൂ ഓഫ് ഫേം ബൈ യൂസിങ് അപ്രോച്ച് പ്രകാരം കമ്പനിയുടെ വാല്യൂ ഓഫ് ഫേം കാണാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അൺലിവറേജ്ഡ് ഫേമിൻ്റെയും ലിവറേജ്ഡ് ഫേമിൻ്റെയും വാല്യൂ ഓഫ് ഫേം കാണാം. അപ്പോൾ ആദ്യം നമുക്ക് അൺലിവറേജ്ഡ് ഫേമിൻ്റെ വാല്യൂ ഓഫ് ഫേം എങ്ങനെ കാണുക നോക്കാം. അപ്പോൾ VU ഈസ് ഈക്വൽ ടു അല്ലേ, അൺലിവറേജ്ഡ് ഫേം എന്ന് പറയുമ്പോൾ VU ഈസ് ഈക്വൽ ടു എബിറ്റ് ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ ക്യാപിറ്റലൈസേഷൻ റേറ്റ്, അതായത് ഓവറോൾ ക്യാപിറ്റൽ. ദെൻ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരും? എബിറ്റ് എന്ന് പറയുന്നത് 5 lakhs ആണ്. 5 lakhs ഇൻറ്റു 1 - 0.50 ഡിവൈഡഡ് ബൈ 10%. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 10% എന്ന് പറയുമ്പോൾ 10/100 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.1 അല്ലേ. 10/100 ഈസ് ഈക്വൽ ടു നമുക്ക് 0.1 ആണ് വരിക. ദെൻ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ വരും? അപ്പോൾ 5 lakhs ഇൻറ്റു 1 - 0.50 എന്ന് പറയുമ്പോൾ 1 - 0.50 പറഞ്ഞാൽ 0.50 ആണ്. അപ്പോൾ 5 lakh ഇൻറ്റു 0.50 എന്ന് പറഞ്ഞാൽ 2,50,000 അല്ലേ. 2,50,000 നിങ്ങൾ അങ്ങോട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു ഇത് 10/100 എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 100 ഡിവൈഡഡ് ബൈ 10, അതായത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 25 lakhs എന്ന് കിട്ടും. 25 lakhs എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് ഇട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ അറിയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇതെന്ത് ചെയ്താൽ മതി? 10/100 എന്ന് എഴുതുന്നതിന് പകരം 0.10 ഇട്ടാൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 25 lakhs നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലിവറേജ്ഡ് ഫേം ഈസ് ഈക്വൽ ടു 25 lakhs വന്നു. ഇനി നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ലിവറേജ്ഡ് ഫേം കാണാം. VL ഈസ് ഈക്വൽ ടു
വാല്യൂ ഓഫ് അൺലിവറേജ്ഡ് ഫേം ഇൻറ്റു പ്ലസ് ടി ഇൻറ്റു ഡി ആണ് വരുന്നത്. അതായത് 25 lakhs അല്ലേ പ്ലസ് 0.50 ഇൻറ്റു ഡെറ്റിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഡെറ്റ് എത്ര രൂപയുടെയാണ്? 20 lakhs ഡെറ്റ് ഫിനാൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻറ്റു 20 lakhs ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 25 lakhs പ്ലസ് 20 lakhs ഇൻറ്റു 0.50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 10 lakhs ആണ് വരിക. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 35 lakhs എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നോക്കിയേ നിങ്ങൾ, വാല്യൂ ഓഫ് അൺലിവറേജ്ഡ് ഫേം, അതായത് ഡെറ്റ് കോമ്പോണൻറ്റ് യൂസ് ചെയ്യാത്ത ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 25 lakhs ആണ്. ഡെറ്റ് കോമ്പോണൻറ്റ് യൂസ് ചെയ്യുന്ന ലിവറേജ്ഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 35 lakhs ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഏതിനേക്കാളും ലിവറേജ്ഡ് ഫേമിന് അല്ലേ, അൺലിവറേജ്ഡ് ഫേമിനേക്കാളും കൂടുതലാണ് ലിവറേജ്ഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ലേ. വാല്യൂ ഓഫ് ലിവറേജ്ഡ് ഫേം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ ദ വാല്യൂ ഓഫ് അൺലിവറേജ്ഡ് ഫേം അല്ലേ, ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 10 lakhs. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത് അപ്രോച്ചസിലെ സെക്കൻഡ് ഇതിൽ അവരെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കോമ്പോണൻറ്റ് ഉൾപ്പെടുത്തുമ്പോൾ ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏത് കുറയുകയും ചെയ്യും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഡെറ്റ് കോമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്തു, അതിൻ്റെ ഡോസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കുറയ്ക്കാം? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും വാല്യൂ ഓഫ് ഫേം ഇൻക്രീസ് ചെയ്യാനുമായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു തിയറത്തിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്ക് ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ 4ാമത്തെ ഇങ്ങോട്ട് ക്യാപിറ്റൽ തിയറിയാണ്, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയാണ് ആർബിട്രേജ് പ്രോസസ്സ്. അത് ഈ തിയറിയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ആർബിട്രേജ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഏത് ചെയ്യാം? ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആർബിട്രേജ് പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. ആർബിട്രേജ് പ്രോസസ്സിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ഓപ്പറേഷണൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ മോഡി-ഗ്ലിയാനി-മില്ലർ ഹൈപ്പോതസിസ്. അപ്പോൾ ഈ മോഡി-ഗ്ലിയാനി-മില്ലർ ഹൈപ്പോതസിസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഓപ്പറേഷണൽ ജസ്റ്റിഫിക്കേഷൻ ആണ് ഏത്? ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഇവരെ ഈ ഒരു എന്താ പറയുക, മോഡി-ഗ്ലിയാനിയും മില്ലറും, അപ്പോൾ ഇവരുടെ ആർഗ്യുമെൻറ്റ്സ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസമാണ് ആർബിട്രേജ് മെക്കാനിസം. അപ്പോൾ ഈ ഒരു തിയറി കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ഫേം, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം, 2 ഫേം എ ആൻഡ് ബി, എയും ബിയും 2 ഫേമാണ്. ദെൻ ദേ ആർ എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ അല്ലേ, അവരെ ഒരേ ഐഡൻറ്റിക്കൽ ആണ്. അതായത് അവരുടെ സെയിം റിസ്ക് ക്ലാസ് ആണ്, സെയിം എക്സ്പെക്റ്റഡ് ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്, അതുപോലെ ദേ ഹാവ് സെയിം മാർക്കറ്റ് വാല്യൂ ഒക്കെ സെയിം തന്നെയാണ്. നോക്കിയേ, ഇവരുടെ എബിറ്റ് രണ്ടിനും സെയിം ആണ്, അവരുടെ എക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് സെയിം ആണ്. അപ്പോൾ ഒരേ ക്ലാസ്സിൽ വരുന്ന 2 ഫേമുകളാണ്. പക്ഷേ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ, മിക്സ് ഓഫ് ക്യാപിറ്റലിൽ വ്യത്യാസമുണ്ട്. ഫേം എ ഓൺലി ഇക്വിറ്റി ആണ്, ഫേം ബിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റിയോടൊപ്പം 20 lakhs 8% ഡിബഞ്ചറും കൂടെ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 ഫേം. ഇഫ് ദയർ വാല്യൂ ഡൈവേർജ്, ഇപ്പോൾ ഇവരുടെ മൂല്യം വ്യത്യാസം വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇതിലെ നോക്കിയേ, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ വ്യത്യാസമുണ്ട്. അൺലിവറേജ്ഡ് ഫേമിന് 25 lakhs-ഉം ലിവറേജ്ഡ് ഫേമിൻ്റെ 35 lakhs-ഉം ആണ് വരുന്നത്. അപ്പോൾ വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇതിലെ
ഇൻവെസ്റ്റേഴ്സിന് ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും, ദേ ഗോസ് ടു ആർബിട്രേജ്. അവരെ ആർബിട്രേജ് ആ ഒരു പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസത്തിലേക്ക് വരാനുള്ള ടെൻഡൻസി ആർക്കുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? ഇൻവെസ്റ്റേഴ്സിനെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ആർബിട്രേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറൻസസ് ഇൻ പ്രൈസ് അല്ലേ. അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഇക്വിറ്റിയുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ പ്രൈസിലുണ്ടാകുന്ന ആ ഡിഫറൻസസ് പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തുദ്ദേശിക്കുന്നത്? ആർബിട്രേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹയർ വാല്യൂ ഉള്ള ഫേമിൻ്റെ സെക്യൂരിറ്റീസ് അല്ലേ. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഹയർ വാല്യൂ ഉള്ള ഫേമിൻ്റെ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അത് വിൽക്കുന്നു. ആൻഡ് ബൈ ദ സെക്യൂരിറ്റീസ് ഓഫ് ദ ഫേം വിച്ച് ഹാസ് എ ലോവർ വാല്യൂ അല്ലേ. അപ്പം ഇതാണ് ഹയർ വാല്യൂ ഉള്ള ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ സെക്യൂരിറ്റീസ് ഇവർ വിൽക്കും. എന്നിട്ട് ഏത് സെക്യൂരിറ്റീസ് ഏത് വാങ്ങിക്കും? ലോവർ വാല്യൂ ഉള്ള സെക്യൂരിറ്റീസ് വാങ്ങിക്കും. ദെൻ ദർ വിൽ ബി ഈക്വാലിറ്റി ഇൻ വാല്യൂ ഓഫ് ടു ഫേംസ്. അങ്ങനെ ഫേമിൻ്റെ വാല്യൂ ഈക്വലൈസ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആർബിട്രേജ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്, ഇപ്പോൾ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുക്കുക. അപ്പോൾ അതിലെ ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയറിൻ്റെ വില 25 രൂപ, XY ലിമിറ്റഡിൻ്റെ ഷെയറിൻ്റെ വില 25 rupees ആണെന്ന് വിചാരിക്കുക. ദെൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെയിം ഷെയറിൻ്റെ വില 30 rupees ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള ഷെയർ അല്ലേ, BNSലെ നമ്മളത് വിൽക്കുന്നു, അപ്പുറത്തുനിന്ന് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മെക്കാനിസമാണ്. അപ്പോൾ ആ പ്രൈസ് ഡിഫറൻസ് നമ്മൾ പ്രയോജനപ്പെടുത്തുക. അതായത് കൂടുതൽ വില കിട്ടുന്നിടത്ത് നമ്മൾ വിറ്റിട്ട് ഓൺ ദ സ്പോട്ടിലെ കുറവ് വില ഉള്ളിടത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇക്വിറ്റിയുടെ വാല്യൂ ഈക്വലൈസ് ചെയ്യുക, ഈക്വാളിറ്റി ഇതാക്കുന്നതിനെയാണ് നമ്മൾ ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഇത്രയേ ഉള്ളൂ ആർബിട്രേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറൻസ് ഇൻ പ്രൈസ്. അതായത് ഇൻവെസ്റ്റേഴ്സ് വിൽ സെൽ ദ സെക്യൂരിറ്റീസ് ഓഫ് ദ ഫേം വിച്ച് ഹാസ് എ ഹയർ വാല്യൂ. അപ്പോൾ കൂടുതൽ മൂല്യമുള്ള ഫേമിൻ്റെ ഷെയറുകൾ അത് വിൽക്കുന്നു. ആൻഡ് ബൈ ദ സെക്യൂരിറ്റീസ് ഓഫ് ദ ഫേം വിച്ച് ഹാസ് എ ലോവർ വാല്യൂ ഉള്ള സെക്യൂരിറ്റീസ് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യുന്നു. ദെൻ ദർ വിൽ ബി ഈക്വാലിറ്റി ഇൻ ദ വാല്യൂ ഓഫ് ടു ഫേംസ്. രണ്ട് ഫേമിൻ്റെയും വാല്യൂ ഈക്വാലിറ്റി ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞത് ഏതാണ്? മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ചസിലെ രണ്ട് ഇതാണ് അതിലെ വരുന്നത്. വിത്തൗട്ട് കോർപ്പറേറ്റ് ടാക്സും വരുന്നുണ്ട്, വിത്ത് കോർപ്പറേറ്റ് ടാക്സും വരുന്നുണ്ട്. വിത്തൗട്ട് കോർപ്പറേറ്റ് ടാക്സിലെ ദിസ് തിയറം ഈസ് സിമിലർ ടു NOI തിയറി. വിത്ത് കോർപ്പറേറ്റ് ടാക്സിലെ ഇറ്റ് ഈസ് സിമിലർ ടു NI തിയറി. ദെൻ NOI തിയറിയിലെ പറയുന്നത്, അതായത് ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിലെ പറയുന്നത് ദിസ് തിയറം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു പ്രിപ്പോസിഷൻ. ഫസ്റ്റ് വൺ പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം ആർ ഇൻഡിപെൻഡൻറ്റ് ടു ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ സെക്കൻഡ് പ്രിപ്പോസിഷൻ പറയുന്നത് ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് വിത്ത് മോർ ഡെറ്റ് കണ്ടൻറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു രണ്ട് പ്രിപ്പോസിഷൻ്റെ ബേസിലാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഇറലവൻസ് തിയറി എന്നും കൂടെ പറയാം. ഇറലവൻ്റ് ആണ്, അത് ഏതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും വാല്യൂ ഓഫ് ഫേമിനെയും അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡെറ്റ് കോമ്പണൻറ്റ് കൂടുതലുണ്ടെങ്കിലും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ അത് റിമൈൻ കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. സെക്കൻഡ് അപ്രോച്ചസിലെ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കോമ്പണൻറ്റ് അധികമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ഏത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനും ഒപ്പം തന്നെ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് തിയറാണ് നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.